എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കളർഫുൾ ദോശ ആയാലോ? കളർഫുള്ളുമാണ്, ഹെൽത്തിയുമാണ്, നമ്മളെ തടി കുറയ്ക്കാനും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ തയ്യാറാക്കുന്നത്. ദോശ, ഹെൽത്തി ദോശ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം കണക്കാക്കി ഓട്സാണ്. പിന്നെ അതേ അളവിൽ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി, അതേ അളവിൽ തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വലിയൊരു ബീട്രൂട്ടായിരുന്നു. അത് ഞാൻ കണ്ടിച്ച് രണ്ടാക്കിക്കൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടി കുറയ്ക്കാൻ പറ്റിയ ഒരു നല്ല ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും പിന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്, ഒരു ഭക്ഷണമാണിത്. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇതിനകത്ത് ഉയർന്ന അളവിൽ നാരുകളും പിന്നെ പൊട്ടാസ്യം, കാൽസ്യം, പിന്നെ മഗ്നീഷ്യം, B6, വൈറ്റമിൻ B6, വൈറ്റമിൻ B5, ഫോസ്ഫറസ്, കോപ്പർ, അയൺ, സിങ്ക് എന്നിവയാൽ സമ്പുഷ്ടമാണ്. പിന്നെ ബീട്രൂട്ടിൽ പിന്നെ അതിനകത്ത് രക്തം, ചർമ്മം, കരൾ എന്നിവ ശുദ്ധീകരിക്കാനും വളരെ പ്രയോജനപ്രദമായിട്ടുള്ളതാണ് ബീട്രൂട്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ദോശ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസുകളായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് അല്ല, ഇച്ചിരി ലൂസായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഓട്സ് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണം. നമുക്കിത് ഓട്സ് പൊടിച്ച് ബീട്രൂട്ട് നമുക്ക് കട്ട് ചെയ്ത് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഇതേ രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്താണ് അരച്ചത്, കാരണം അല്ലെങ്കിൽ അരയത്തില്ല. ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുകൊണ്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് അരച്ചത് അങ്ങിട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് എന്തുമാത്രം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാനിതുമ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരാണ്, ഉടച്ച തൈര്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് വെച്ച വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് എല്ലായിടവും കിട്ടാൻ ഞാനിങ്ങനെയാണ് സാധാരണ മാവൊക്കെ കുഴയ്ക്കാറ്. ഉപ്പ് ചേർത്ത് വെള്ളം വെച്ചിട്ടാണ് ഞാനിത് കുഴയ്ക്കുന്നത്. ഇതിങ്ങനെ കുഴച്ചെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിന് തൈര് ചേർക്കാം കേട്ടോ. ഞാനിതിപ്പം 1 ടേബിൾ സ്പൂൺ തൈര് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ദോശ ഉണ്ടാക്കുന്ന ആ കണക്കിന് നമുക്കിത് ലൂസാക്കി എടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഡയബറ്റിക് പേഷ്യൻസിനും ഷുഗർ പിന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തസമ്മർദ്ദം ഉള്ളവർക്കും ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും എല്ലാം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഡിഷ്, ഒരു ദോശയാണിത്. നമുക്ക് ദോശയുടെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. നമുക്ക് അതിൻ്റെ ദോശയുടെ അതേ രീതിയിൽ വേണം നമ്മളിത് ലൂസാക്കി എടുക്കാൻ. നല്ലത് നമുക്ക് ചട്ടിക്കകത്ത് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിതൊന്ന് കറക്റ്റായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ദോശമാവിൻ്റെ, നമ്മൾ അരിയുടെ ദോശമാവ് ഉണ്ടാക്കില്ല, ഉഴുന്നും അരിയും കൊണ്ടുള്ള ദോശമാവ് ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു 15 മിനിറ്റ് വിടാൻ നോക്കാം, കാരണം ഇതൊന്ന് സെറ്റാവണം. തൈരൊക്കെ ഒഴിച്ചല്ലേ. അപ്പോൾ അവിടെ നിന്നിരിക്കട്ടെ, 15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റായി. നമുക്കിനി ഇത് ദോശ തയ്യാറാക്കാം ഇതുകൊണ്ടേ. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കല്ല് കടിച്ചു പിടിക്കും എന്നൊക്കെ പറയുന്നേക്കാം.
അത് എനിക്ക് തോന്നുന്നു ഗോതമ്പ് മാവാണ്. അത് ദോശമാവാകുമ്പം നമ്മുടെ അരി ഉഴുന്നതിൻ്റെയും ദോശമാവാകുമ്പോൾ അങ്ങനെ പിടിക്കും. അപ്പം നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് പരത്തി കൊടുക്കാമേ. ചെറുതായിട്ട് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ വഴി പോരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നൈസൊക്കെ നമ്മൾ ഈ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാ ദോശക്കല്ലാണ്. നോൺ സ്റ്റിക്കാണെങ്കിൽ നമുക്ക് ഇതേ കളറിൽ തന്നെ കിട്ടും. ഇതിൻ്റെ കളറ് പിന്നെ ഒന്നും ഇതാകത്തില്ല. കുറച്ച് നേരം ഉതിർന്ന് വേവട്ടെ. സൈഡൊക്കെ കണ്ട് വെന്ത് വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതെല്ലാം വെന്തു. ഇനി വേവാകുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ദോശയാകുമ്പോൾ നമ്മളിത് വേവുന്നതിന് മുമ്പ് കുമ്പള വരുമ്പോഴേ തിരിച്ചിടും, എന്നാലേ ഇത് പൊങ്ങി വരത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇത് ഫുള്ള് വെന്തിട്ടേ നമ്മൾ തിരിച്ചിടത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു സൈഡ് വെന്ത് നമുക്ക് ഇളക്കിടങ്ങേണ്ട ഈസി ആയിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടോ നോൺ സ്റ്റിക്കിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ഒന്ന് വേവട്ടെ. നമ്മൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് മാവ് ഒഴിച്ചിട്ട് മീഡിയം പരുവത്തിലിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് ഞാനിത് മാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുവാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കിതങ്ങ് എടുക്കാം. കണ്ടില്ലേ, ഇതങ്ങ് കരിയുകയും മൊരിയുകയൊന്നും വേണ്ട, നല്ല സോഫ്റ്റും ഉണ്ട്. നമുക്ക് കഴിക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പുറം വെന്തിട്ടുണ്ട്, നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം. വേവട്ടെ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി കളർഫുൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് വന്ന ഒരു എണ്ണം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനങ്ങ് കഴിക്കും. എനിക്ക് ക്ഷമയില്ല. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പം ചട്നിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അതിലും ടേസ്റ്റായിരിക്കും. അപ്പം ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാ ചട്നിയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഞാനിതൊന്നെടുത്ത് കഴിക്കട്ടെ ഒരെണ്ണമേ. ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ. ചമ്മന്തി അടിപൊളി ടേസ്റ്റ്, ദോശ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തയ്യാറായി കഴിക്കണം. ഡയറ്റ് നോക്കുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ നല്ല ഡിഷാണ് കേട്ടോ. ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ ഈ കളർഫുൾ ദോശ ചട്നി, ദോശയ്ക്കാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ്. ചട്നി പിന്നെ നമ്മൾ തേങ്ങ മുളക് ചേർക്കാതെ പച്ചമുളക് അരച്ചുള്ള ചട്നിയാണ്. ചട്നി നമ്മൾ ചമ്മന്തി എന്ന് പറയും, തേങ്ങാ ചമ്മന്തി. നല്ല കൊഴുത്ത ചമ്മന്തി കേട്ടോ, ഇത് ലൂസൊന്നുമില്ല. അപ്പം എൻ്റെ ഈ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ, കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സഹായിക്കണേ. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാമേ.